കുറച്ച് കാര്യങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ? അവാർഡ് കിട്ടിയപ്പോ സംഭവമാണ്. അപ്പം സലിംകുമാറെ കൺഗ്രാജുലേഷൻ. വളരെ സന്തോഷമുണ്ട് അല്ലേ? ബാക്കി പറയാ അല്ലേ? കാരണം ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിൽ ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ അല്ലേ? ഒരു മിമിക്രി കലാകാരന് ഭരത് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രോമമൊക്കെ ഇങ്ങനെ ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഓരോ മിമിക്രിക്കാരനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഞങ്ങൾക്ക്, കാരണം കൂടെ നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തവർക്ക് ശരിക്കും. എന്താണ് അതിനെ കുറിച്ചൊക്കെ ആ ഒരു ഓർമ്മ എന്താണ്? ഞാൻ സത്യത്തിൽ അത് മറക്കാൻ ശ്രമിക്കുന്നു സാറേ. നിന്റെയൊക്കെ കൂട്ടുകാരി ഇങ്ങനെ അയവർ കയറിക്കത് വരും. ഞാൻ തുടക്കകാലത്ത് ഈ ആലുവ ശാരിക എന്ന ട്രൂപ്പുണ്ട് ഇവിടെ. അവിടെ നിന്ന് മിമിക്രി സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ട്രൂപ്പ് ഇടണമെന്ന് ഇതിൻ്റെ ഓണർ എന്ന് പറയണം. അദ്ദേഹം എൻ്റെ കുടുംബ സുഹൃത്താണ്, ബാബു എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അത് ആർട്ടിസ്റ്റുകൾ ഇല്ല. ആരൊക്കെ ഇവിടെ നിന്ന് പ്രദീപ് കൈതാരം അതൊന്ന് ജീവിച്ചിരിപ്പില്ല, സൈനൻ, ഞങ്ങൾ 3 പേര് മാത്രം അന്ന് ഇവിടെ മിമിക്രിക്കാരായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളാരും അറിയില്ല. അപ്പോൾ കുറച്ചും കൂടി പിടിപ്പുള്ള ഒരാളെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ നാദിർ ഷാ എന്ന് പറഞ്ഞ ആൾ ഏലൂരുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. സൂപ്പർ സ്റ്റാറുകളാണ് മിമിക്രി സൂപ്പർ. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അതല്ല, അന്നൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഈ നാദിർ ഷാനെ കാണാൻ വേണ്ടി ഞാൻ ഏലൂര് ചെല്ലുകയാണ്. ഏലൂര് ചെന്ന് അപ്പോൾ ഏലൂര് ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു നാദിർ ഷായുടെ വീട് എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു. അന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ലേ? പറഞ്ഞു നാദിർ ഷാൻ ഇങ്ങനെ മിമിക്രി ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഞങ്ങൾ പുതിയത്, അതിലും വലിയൊരാളുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മൂട്ടിയുടെ കൂടെ ഗൾഫ് പര്യടനത്തിൽ പോയ ആളാണ്, പേര് ജോർജ് എന്നാണ്, കിട്ടാൻ വലിയ പാടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴാണ് ജോർജിനെ കുറിച്ച് അറിയുന്നത്, കിട്ടാൻ വലിയ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ആരായാലും വേണ്ടിയില്ല, നമുക്ക് മമ്മൂട്ടിയുടെ കൂടെ ആളാകുമ്പോൾ നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ, നിസ്സാരക്കാരനായിരിക്കില്ല എന്ന് വെച്ചിട്ട് ഈ ജോർജിനെ കണ്ടാലറിയാം. ജോർജിൻ്റെ ഒരു വീഡിയോ ഷോപ്പ് ഉണ്ട് അവിടെ. അന്ന് ഒരു വീഡിയോ വീഡിയോ ഷോപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ വീഡിയോ ഷോപ്പിൻ്റെ അടുത്തൊരു ബാനർ വലിച്ചിട്ടേക്കാണ്. അപ്പോൾ നിസ്സാര നാളായുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഷോപ്പിൻ്റെ ഉദ്ഘാടനം സിനിമാ താരം ജയറാം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ ബാനർ അവിടെ നിൽപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ എൻ്റെ കൈകാലം പറക്കാൻ തുടങ്ങി. കാരണം അവരൊക്കെ ആയിട്ടുള്ള കമ്പനിയുള്ള ആളാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഞാൻ ഈ കടറ മുമ്പിൽ ഇങ്ങനെ കുറേ നേരം നിന്ന് എനിക്ക് കയറി ചെല്ലാൻ പേടിയായി. കാരണം ജയറാമിനെ പോലുള്ള വൻകിട കക്ഷികളുടെ കൂടെ കൂട്ടുകാരനെ എങ്ങനെ പറഞ്ഞു വിളിക്കും, പോണോ പോകണ്ടേ അല്ല വീട്ടിലേക്ക് തിരിച്ചു പോയാല. കടയിൽ ആരുമില്ല, ജോർജ് ഇല്ല, കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങുമെന്ന് ചോദിച്ചു. ഇങ്ങനെ ഞാൻ പറഞ്ഞങ്ങനെ മിമിക്രി എൻ്റെ വായിലൊക്കെ വെള്ളം പറ്റിയ അയാളോട് തന്നെ പറഞ്ഞത്, ഞാൻ മിമിക്രി ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ നാദിർ ഷാ ജോർജിനെ ഒന്നൊക്കെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നടക്കൊന്നുമില്ല, അവർ കൊച്ചിൻ ഹൈസ്കൂൾ എഗ്രിമെൻ്റ് അല്ലേ. മറ്റവനാണെങ്കിൽ നാദിർ ഷാ ആണെങ്കിൽ ഓസ്കറിൽ ഇത് ചെയ്യാണ്. അപ്പോൾ ഞാൻ ശരിയാണ്, നമുക്ക് എത്താത്ത മേഖല തന്നെയാണ്. പക്ഷെ അന്നൊരു കാര്യം, ജോർജ് ആ വീഡിയോ ഷോപ്പിൽ ഇല്ല, ഇവർ ആരൊക്കെ ഇരിക്കുന്നു. അവസാനം അതങ്ങനെ തന്നെ പോയിന്നുള്ളൂ. റൂബി വീഡിയോസ് എന്നാണ് എൻ്റെ പേര്. കട തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് മാറ്റി, എല്ലാവരും ഫംഗസ് വീഡിയോസ് എന്നാക്കി. ഏത് കാലത്ത് എടുത്താലും ഫംഗസാ. മുതലാളിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. മുതലാളി ഇങ്ങനെ മിമിക്രി ആയിട്ട് നടക്കുകയാണ്. അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ജോർജായിട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തോ വില്യംസ് ആയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല. അത് ഞാൻ മോശപ്പെടുത്തി പറഞ്ഞല്ല, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങൾ കുറെ നേരമായിട്ട് ഇതിന്റെ വാതിക്ക് വന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കാരണം തിരക്കൂട് ആൾക്കാർ അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ ഗേറ്റുകൾ തുറന്നിടുക, ഇവിടെ അവാർഡ് കിട്ടിയെന്ന് വെച്ചാൽ ഈ മുറി കാണിച്ച ആൾക്കാരായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ചർച്ചകളാണ് ഓർത്തു. രാധാവിന്റെ മകൻ അബു ആ സംഭവം ചർച്ച എന്റെ ബെഡ്റൂമിൽ നിന്നിട്ടാ ചർച്ചകളൊക്കെ. കാരണം അതാണ് സിനിമക്ക് ഇത്രയും ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ ചർച്ചകൾ ചെയ്യുക. ഇവിടെ വന്ന് നോക്കുമ്പോൾ ട്യൂബൊക്കെ ഇട്ടാണ് ഇവിടെ. ട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞു, രാത്രിയായപ്പോൾ ട്യൂബിലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു.
പിന്നെ ഇത് കുത്തിയിട്ട് പന്തലിടാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഇത് ഈ ഇതായതിന്റെ പേരിൽ മറ്റേ ടൈലൊട്ടിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ കുത്തി പന്തലിട്ടാണ് കാരണം അത്രക്ക് സ്നേഹമാണ്. ഈ സ്വീകരണം തന്നെ ഞാൻ ഒന്നിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ ചെയ്യുന്ന പോലെ ചർച്ചകളായിരുന്നു ഇവിടെ. അപ്പോൾ ഓരോരുത്തർക്ക് സ്വീകരണം കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവസാനം അവരെ വിളിച്ച് ഇവിടുത്തെ ഒരു സ്വീകരണം കഴിഞ്ഞു. ഈ ഇപ്പോൾ ഇവിടെ നീണ്ടൂർ എന്ന് പറയും, ചിറ്റാറ്റ പഞ്ചായത്താണ്. അപ്പോൾ ചിറ്റാറ്റ പഞ്ചായത്തിന് ഒരു സ്വീകരണം തന്നെ ഇവിടെ നീണ്ടൂർ ഇതുണ്ട്, ഞങ്ങളുടെ വാർഡ്, അവർക്കൊരു സ്വീകരണം തന്നെ അവർ കമ്മിറ്റി രൂപീകരിച്ച് അവർ രണ്ടുപേരും ഒന്നിപ്പിച്ചു. അത് കഴിഞ്ഞു, ഒന്നിപ്പിച്ചിട്ട് അത് കഴിഞ്ഞു. പറവൂര് 10 or 15 ആയിരുന്നു സ്വീകരണം. അപ്പം എനിക്ക് എങ്ങും പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, വീട്ടിലേക്ക് സ്വീകരണത്തിന് പോകാം. കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? കാര്യങ്ങളൊക്കെ അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നടന്നു പോകുന്നു. അടുപ്പ് പോകുന്നുണ്ടോ സ്വീകരണം? അപ്പോൾ എൻ്റെ മക്കള് രാവിലെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ എന്നോട് ചോദിക്കും, ഇന്ന് എവിടെയാണ് ഷൂട്ടിങ് ചെയ്ത് പോകണമെന്നൊക്കെ ചോദിക്കും. ഇന്ന പറയണമെന്ന്. ഇപ്പം അവരത് മിണ്ടാറില്ല. ഇന്ന് എവിടെയാണ് സ്വീകരണം. ഇപ്പൊ വന്നാൽ എനിക്കറിയാം ഇത് സ്വീകരിക്കാനാണെന്ന്. അപ്പോൾ നമ്മൾ ആരും ഇത് പറയല്ല, അവരുടെ സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം, അന്നേരം ഞാൻ പേഴ്സണലി കണ്ടപ്പോൾ ചോദിക്കുകയാണെന്ന്, ശരിക്കും ഇത് ഈ പടത്തിന് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന? പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അവാർഡ് ഇപ്പൊ ഇന്ന അവാർഡെന്നല്ല, അവാർഡ് പ്രതീക്ഷിക്കാമല്ലോ നമുക്ക്. അത് തന്നെ അവരുടെ പ്രതീക്ഷിക്കാം. ക്യാരക്ടർ ചെയ്തപ്പോൾ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ഒരു ആ ക്യാരക്ടറല്ല, ഞാൻ എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷക്ക് 5 പൈസ നമുക്ക് ആൾക്ക് ടാക്സ് അടക്കണ്ട, സ്വപ്നം കാണാൻ ടാക്സ് അടക്കണ്ട, ഇവിടെ ഒന്നും വേണ്ട. അപ്പം സ്വപ്നം കാണണം നമ്മൾ. അല്ല, എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തോന്നാറില്ല ശരിക്കും. ചില ക്യാരക്ടർ നമുക്ക് മനസ്സിലൊരു ഇത് തോന്നും. ചിലപ്പോൾ ഇതൊരു ഡിഫറെന്റ് കഥാപാത്രമായിരുന്നു, ഇത് മെനക്കേടാകും അങ്ങനെ തോന്നിയിരുന്നു. ഇത് സലീം അഹമ്മദ് എന്ന് പറഞ്ഞ ആദ്യം തന്നെ കുഴപ്പക്കാരനായിരിക്കും. മധുമമ്പാട് സാറൊക്കെ ഇവരിത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഷൂട്ട് തുടങ്ങി 2ാം ഭാഗം തന്നെ. അതെ, ഇത് നാഷണലോട് പോലും അവർക്ക് അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സലീം അഹമ്മദ് ഞാനായിട്ട് ഈ സൗത്ത് സോണിൽ നിന്നുള്ള ജൂറിമാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇതിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ എനിക്ക് വരുന്നുണ്ട്. സലീമിന് എന്ത് നോമിനേഷൻ അറിയാം, അത് കൃത്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും സലീം ഞാൻ ഡെയിലി ഡിസ്കഷനാണ്. അത് ഇന്ന അവാർഡ് നോക്കണ്ടാവും. ഈ അവാർഡുകളെ കുറിച്ച് ചർച്ച 1 മണിക്കൂർ നീണ്ടു നിൽക്കും. അപ്പോൾ 18-ാം തീയതി, അതായത് അവാർഡ് പ്രഖ്യാപിക്കുന്ന തലേ ദിവസം ഞാൻ സലീമിനോട് പറഞ്ഞു, സലീമൻ ഇന്നത്തോട് തീരെയാണ് നമ്മുടെ കച്ചവടം, കാരണം നാളെ പ്രഖ്യാപിക്കും, ആമ്പിള്ളേർ അവാർഡ് കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ തീരെ കുറച്ച് അധികം നേരം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സലീം സമ്മതിച്ചു. കലാശക്കൊട്ട. പിന്നെ നാളെ ഇല്ല. ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ആ ഒരു സുഖം എന്ന് വെച്ചാൽ ഭയങ്കര ആ ഒരു സുഖമില്ലേ, അത് അസാധ്യമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചർച്ചകൾ ഒന്നും അറിയാൻ പാടില്ലാണ്ട് നമ്മൾ ഈ അന്ധൻ ആനയെ കണ്ട പോലെ വെറുതെ പറയണത്, അതിൻ്റെ ഒരു സുഖം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നീ തന്നെയാണ് അനുഭവിക്കേണ്ടത്. ഭാര്യ നീ തന്നെ. നമുക്ക് ടെൻഷനായി, നീ കിട്ടുമോ, കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമോ എന്നൊക്കെ വിചാരിച്ചിട്ടായി ചിലപ്പോ കിട്ടിക്കഴിഞ്ഞാൽ കൈവിട്ട് പോകുമല്ലേ വേറെ മേഖലയിലേക്ക്. അതെ, ഇപ്പം ഒരുപാട് പേര് ഭരത് അവാർഡ് നേടിയ ഒരുപാട് നടന്മാരുണ്ട്. പക്ഷേ ഈ അവാർഡ് നേടിയ സലീംകുമാർ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത വെച്ചാൽ ഒരു ഡയലോഗ് കൊണ്ട് തിയേറ്റർ മുഴുവൻ പൊട്ടിച്ചിരിപ്പിക്കുകയും പിന്നെ ആ ഡയലോഗ് വളരെ സീരിയസ് ആയിട്ട് യാഥാർത്ഥ്യമാകുകയും ചെയ്യുക എന്ന് പറയുന്നത് സലീംകുമാറിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. നീശമാധവന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കാണാൻ ലുക്കില്ലെന്നുള്ളൂ പക്ഷെ ഭയങ്കര കഴിവാണെന്ന് പറഞ്ഞു. അത് തിയേറ്റർ മൊത്തം പൊട്ടിച്ചിരിപ്പിച്ചെങ്കിലും ഇവിടെ യാഥാർത്ഥ്യമാകുകയും ചെയ്തെന്നുള്ളത് അത്ര കാണാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ, ഗ്ലാമർ അല്ലേ. പിന്നെ നിങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ സുന്ദരം തന്നെ. അതുപോലെ തന്നെ പിന്നെ ഈ പടത്തിന്റെ ഡയറക്ടറുടെ പേരും സലീമെന്നും അവാർഡ് നേടിയ നടന്റെ പേരും അത് വേറെ സംഭവമുണ്ട്. സലീം ഒരു മിമിക്രിക്കാരനാ. കണ്ണൂർ ചാപ്ലിൻസ് എന്ന് പറഞ്ഞ ട്രൂപ്പിലെ രസികരാജയൊക്കെ. അതെ. ഇപ്പൊ ഈ കണ്ണൂർ ചാപ്ലിൻസ് എന്ന് പറഞ്ഞ മിമിക്സ് ട്രൂപ്പില്ല, അവൻ അതിന്റെ ഓണറായിരുന്നു, മിമിക്രിക്കാരനായിരുന്നു. അപ്പൊ ഞാനൊരു മിമിക്രിക്കാരനാണ്. കോമ്പിനേഷൻ. അതെ, 2 മിമിക്രിക്കാരാണ്. ഒരാൾ സുവർണകമലവും ഒരാൾ രജതകമലവും വന്നേക്കണത് 2 മിമിക്രിക്കാരനാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാനൊരു മിമിക്രിക്കാരൻ ആയതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇവിടെ പലരും ഒച്ചപ്പാടുകളും മിമിക്രി
സിനിമ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു സിനിമ നശിപ്പിക്കുന്നു. അപ്പൊ അന്നേ ഞാൻ അതിന്റെ ചോദ്യത്തിന് പറഞ്ഞിരുന്നു. അല്ലാത്തവരിവിടെ ഡെയിലി ഓസ്കാർ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അല്ലാത്ത ആൾക്കാർ. അങ്ങനെ ഈ കലയെ എത്രത്തോളം അടിച്ച് താഴ്ത്താൻ പറ്റുമെന്നുള്ളൂ. കാരണം ഇവർക്ക് പറ്റില്ല. അത് അനുകരണം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ആദ്യം അനുകരണം നമ്മൾ കാണുന്നത് നമ്മളെല്ലാവരും ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കാണുന്നത് നമ്മുടെ അമ്മയാണ്. ചോറിനാണ്ട് വരുമ്പോൾ അമ്മ പട്ടണ വെച്ചെടുത്തിട്ട് പേടിപ്പിക്കുക, അല്ലെങ്കിൽ പൂച്ച വന്ന് തിന്നുന്നോണ്ട് ഈ കൊച്ചിനെ പറഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കാണുന്ന മിമിക്രി അമ്മയിൽ നിന്നാണ്. അപ്പൊ ഈ മിമിക്രിനെ തള്ളിപ്പറയുന്ന ആളുകൾ സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്ന തുല്യം തന്നെയാണ്. ആർട്ട് എന്ന് പറഞ്ഞ കല എന്ന് തന്നെ പറഞ്ഞ ആർട്ട് ഈസ് ദ ഇമിറ്റേഷൻ ഓഫ് ദ നാച്ചർ. കല എന്ന പ്രകൃതിയുടെ അനുകരണമാണ്. അപ്പോൾ അനുകരണം എന്ന് വെച്ചാൽ അതാണ് ബേസ്. കലയുടെ ബേസ് അനുകരണം തന്നെയാണ്. അപ്പോൾ തള്ളിപ്പറയുന്ന ആളുകളൊക്കെ വിവരദോഷികളെന്ന് പറയാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തൊരു പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കഥകളി കണ്ടിട്ട് അസാധ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായി എന്താണ് മുദ്രയെന്ന് പോലും അറിയാൻ പാടില്ലാത്തവർ അതിനെക്കുറിച്ച് ഇത് ചെയ്യുന്നു. അതിനാണെങ്കിൽ ഒട്ടും ആളില്ല ഇവിടെ. ഈ ജനപ്രിയ കല എന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ഈ പോപ്പുലാരിറ്റി കണ്ടിട്ട് ഒരു മിമിക്രിക്കാരൻ വന്ന് പിറ്റേ ദിവസം കേരളത്തിൽ മുഴുവൻ പോപ്പുലറാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയാം അവന് സിനിമാ നടനാവണ്ട. എന്നിരുന്നാൽ പോലും കേരളത്തിൽ ഓരോ കുഞ്ഞിന് പോലും അറിയാം ഇന്നാളാണെന്നുള്ളത്. ഇപ്പോൾ സിനിമയിൽ സജീവമല്ല എങ്കിൽ പോലും വില്യംസിനെയും ജോർജിനെയൊക്കെ കേരളത്തിൽ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. അതൊക്കെ മിമിക്രി എന്ന സംഭവത്തിൽ അതെ. അപ്പോൾ ആ പോപ്പുലാരിറ്റിയെ കണ്ട് ഒരു പക്ഷേ അസൂയ തോന്നുന്നു. അത് മനുഷ്യ സഹജമാണ് അസൂയ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ സംഭവത്തിനെ അടിച്ചു താത്ത എന്നുള്ള കല ശരിക്കും പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കഥകളി പഠിക്കാം ഇവിടെ, ഓട്ടംതുള്ളൽ പഠിക്കാം. അതിനെല്ലാം യൂണിവേഴ്സിറ്റി ഉണ്ട്. മിമിക്രിക്ക് ഒരു യൂണിവേഴ്സിറ്റി ചുറ്റുപാടിൽ നിന്നും അവന്റെ ജീവിതമാണ് അവന്റെ യൂണിവേഴ്സിറ്റി. മിമിക്രിക്കാരൻ്റെ ഒരു കോടീശ്വരന്റെ മോനോട് മിമിക്രിക്കാരനായിട്ടില്ല. സാധാരണക്കാരൻ ഒരു കോടീശ്വരന്റെ മോനും ആയിട്ട് ഞാനത് കോടീശ്വരന്റെ മോനായാലും മോശമൊന്നുമല്ല പറഞ്ഞത്. അപ്പൊ അത്രയും അനുഭവമുള്ളവൻ തന്നെയാണ് മിമിക്രിക്കാരൻ. പലരും ഇപ്പൊ ഫീസ് കൊടുത്ത് പഠിക്കുന്നവരാണ്. അതൊക്കെ അസംബന്ധമാണ്. അത് വേറെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കലാഭവനും ഹരിശ്രീയൊക്കെ ഉള്ള സമയത്ത് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ചില ആൾക്കാർക്ക് ഒരു ജുബയും കയ്യിൽ ജുബ എടുത്തിറങ്ങിയാൽ 4 സ്റ്റാറും പഠിച്ച മിമിക്രിക്കാരൻ. വേറെ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞ ഒരു രക്ഷയില്ല. കാരണം ഞാനും ഈ ചിറ്റാരിയൊന്നും ഒരു ജുബയായിട്ട് പോയ ആളാണ്. അല്ല ആ ഒരു സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ജുബയല്ലേ. ആ ഒരു സമയത്ത് നോർത്തിൽ നമ്മുടെ ടൗൺ ഹാളിന്റെ ഫ്രണ്ടിൽ ഭയങ്കര രസം. രാത്രി ഒരു 2 മണിയാകുമ്പോ ഒരു 3-4 വണ്ടി അവിടെ നിന്ന് ഇവിടുന്ന് വന്നിരിക്കും. ആ ഇക്കട കടന്ന് ചായ കുടിക്കാൻ. നോർത്തിലൊരു ചൊല്ലുണ്ട്. നോർത്തിലൊരു പട്ടിനെ നമ്മ കല്ലെടുത്തെറിയണമെങ്കിൽ അത് കൊള്ളണം മിമിക്രിക്കാരൻ. പറ്റിക്കൊണ്ടിരിക്കുന്നത് മിമിക്രിക്കാരൻ. കാരണം മിമിക്രിക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നോർത്ത് മാസൊക്കെ 12 മണിക്ക് രാത്രി 12 മണിക്ക് തുടങ്ങി ഒരു 3 മണി വരെ വന്ന എല്ലാ വണ്ടിയിലും 2 മിമിക്രിക്കാരുണ്ടാവും. അല്ല അവിടെ വന്നിട്ട് ഞങ്ങൾ കലാഭവനിലെ ഓസ്കാർ, നീ അന്ന് ഹരിശ്രീയിലല്ലേ? നീ ഓസ്കാറിന്റെ കൂടെ. അപ്പൊ എല്ലാരും വേണ്ട ജ്യൂസ് കടയൊക്കെ കൂടിയിട്ട് അതെ തന്നെ കടയൊക്കെ ആയിട്ട് മിൽക്ക് ഷേക്ക്. കാരണം ഈ പരിപാടി കഴിഞ്ഞിട്ട് അല്ലാണ്ട് മിൽക്ക് ഷേക്കൊക്കെ കാണാൻ സാധിക്കില്ല. മിൽക്ക് ഷേക്ക് കഴിച്ചിട്ട് അർദ്ധരാത്രി മിൽക്ക് ഷേക്ക് കഴിച്ചിട്ട് നിൽപ്പുണ്ട് അവിടെ. അവിടെ പരസ്പരം ഉള്ളുകൊണ്ട് അത്ര വലിയ ഇഷ്ടമല്ല. ട്രൂപ്പാണെങ്കിലും സംസാരിച്ച് ഇതൊക്കെ പോകുന്നു. സംഭവം നോർത്തിന് ഒരു ഭയങ്കര ബന്ധമുണ്ട്. വളർത്തിയത് ആ ചുറ്റുപറ്റ് എല്ലാ ഫേമസ് ആർട്ടിസ്റ്റുകളായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ബന്ധമായതാണ്. കാരണം അന്ന് പലരും പല ട്രൂപ്പുകളിലാണ് കളിക്കുന്നെങ്കിലും എല്ലാവരും കൂടി ഒരു ബന്ധമാകുന്നത്. അപ്പൊ നമ്മുടെ തറവാട് എറണാകുളം നോർത്താണ്. തറവാട് സിനിമയിലേക്ക് വന്ന ആ കാലഘട്ടങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടോ? അതായത് ഇഷ്ടമാണ് 100 വട്ടത്തിലേക്ക് അനുഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് തുടർന്ന് കുറേ സിനിമകളൊക്കെ ഇങ്ങോട്ട് ചെയ്തു വന്നല്ലോ, ഒരുപാട് സിനിമകൾ. ആ സിനിമകളുടെയൊക്കെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള ഒരു നോട്ടം വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല അതൊന്നും നമുക്ക് ചിന്തിക്കാം. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളും അല്ലേ? അതെ, അങ്ങനെ അങ്ങനെ വരുമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും. അതല്ലാതെ അങ്ങനെ ആവുമെന്നൊക്കെ ഉറപ്പിച്ചൊന്നും പറയാം. മറക്കാൻ പറ്റാത്ത കുറെ ഇൻസിഡൻസ് ഉണ്ട് അല്ലേ? അതുണ്ടാവും. ഒത്തിരി ഉണ്ട്. ഇപ്പൊ ആ സിനിമയിൽ അല്ലേ ഇഷ്ടമാണ് 100 വട്ടത്തിൽ വന്നതിന്റെ കുറെ അതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത കാരണം. അപ്പൊ നാദിർഷയാണ് ഈ ശരിക്കും ഈ ചാൻസ് വെച്ചിറങ്ങുന്ന ആള് എനിക്ക് വേണ്ടിയിട്ട്. അസാധ്യ കലാകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അസാധ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുക.
അങ്ങനെ നാദൃശ്വാരനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഈ സിദ്ദിഖ് ഷമീറിനെ എൻ്റെ പ്രോഗ്രാം ഇരുത്തി കാണിക്കുകയാണ്. ഞാൻ എനിക്ക് ഒരു ഡൗട്ട്, കാരണം നമ്മൾ ആ സമയത്ത് ഇതൊരു ദേമാവലി കൊമ്പത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, അറിയോ? ടെലിഫോൺ എടുത്ത് കുറിച്ചായി അത് ഡയറക്റ്റ് ചെയ്ത് ഞാനായിരുന്നു. അത് വെച്ച് ബാക്കിയെല്ലാം നന്നായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് കുറെ ട്രാജഡികൾ മനസ്സിലായി. അതിപ്പോ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇടയ്ക്ക് വില്യംസ് വരും, നമ്മൾ നോക്കിക്കും. ഇപ്പോൾ കോമഡി ക്യാരക്ടർ മാറ്റി സീരിയസ് മാത്രം ചെയ്യുമോ, അങ്ങനെ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? പട്ടിണി കിടക്കാനാണോ? അങ്ങനെ ചോദിച്ചാണ്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ പക്ക സീരിയസ് സാധനമല്ലേ. അല്ല, ഇപ്പൊ ഒരുപാട് കഥകൾ, ഈ അവാർഡ് സീരിയസ് കഥകൾ ഒരുപാട് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു തന്നെ. ലാലേട്ടൻ ഇപ്പോൾ പുതിയ പടം കോബ്ര എന്ന് പറഞ്ഞ പടം പുള്ളിയാണ് ഡയറക്ഷൻ ചെയ്യണം. മമ്മൂക്കയാണ് പ്രൊഡ്യൂസ് ചെയ്യണ പടം. അപ്പോൾ അതിൽ പുള്ളിയാണ് സ്ക്രിപ്റ്റ്, ലാലേട്ടനാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ലാലേട്ടനുണ്ട് ഭയങ്കര വിഷമമുണ്ട്. സലീം ചില വാക്കുകൾ സലീം കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് വെട്ടിക്കളിയാണ്. സാധാരണ കുണ്ടി എന്നൊക്കെ വാക്കാണ് എല്ലാ പടത്തിലും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഞാൻ. എന്നെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് എഴുതി വെക്കാണ്ട് കൈവിറക്കണം എന്നാണ് ലാലേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കൈവിറക്കണ്ട, അത്യാവശ്യ സ്ഥലങ്ങൾ ഇട്ടോളൂ. അതിനൊന്നൊരു മാറ്റം വന്നിട്ടില്ല. അതൊക്കെ പൊസിഷൻ തന്നെ ഉണ്ട്. ഇന്ന സംഭവം കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് എന്തെങ്കിലും ഒരു ക്യാരക്ടറിനുണ്ട് ശരിക്കും. ഇന്ന ക്യാരക്ടർ ചെയ്താൽ അങ്ങനെ നമുക്ക് വാശി പിടിച്ചിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പറ, ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കാൻ പെട്ടെന്ന് ഞങ്ങളൊരു അല്ല ഞാൻ ചോദിക്കണത്. ഇപ്പൊ എല്ലാ കലാകാരന്മാരും മനസ്സിലെങ്ങനെ ഉണ്ടാവും ഇന്ന സംഭവം. ഇപ്പൊ കുറെ സംഭവങ്ങൾ ചെയ്ത് നമ്മൾ ഇന്ന സംഭവം ചെയ്താലും നമുക്കത് അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ഒരു സ്ഥലത്ത് എത്തുമ്പോഴേ ഇങ്ങനത്തെ ഈ ചിന്തകൾ വരുള്ളൂ. ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വിക്രമാദിത്യനായിട്ട് അഭിനയിക്കണം. ഈ ചാണക്യം പറയാറുണ്ട് പലരും. ചാണക്യനായിട്ടൊക്കെ അഭിനയിക്കണം, കുഞ്ചൻ നമ്പ്യാരായിട്ടൊക്കെ അഭിനയിക്കണം. ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ അത്തരം മുഖങ്ങൾ എന്ന് വെച്ചാൽ വരുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് വേറെ പലരുമാണ്, അത് ഞാനല്ല. ഇപ്പോൾ സലീം മുഹമ്മദിനെ പോലെ ഉള്ള ആളുകൾ എവിടെ ഇരുന്ന് എത്രയോ കൊല്ലം മുമ്പ് ചെയ്ത സംഭവമാണ്. അത് വേറെ എത്രയോ നടന്മാരെ വെച്ച് ചിന്തിച്ചാണ് അയാൾ. അവസാനമാണ് എന്നിലേക്ക് അതൊക്കെ ഒരു നിമിത്തമാണ് ഈ കഥാപാത്രം. അല്ലാണ്ട് നമ്മൾ ഇന്ന സംഭവം വെച്ചാൽ അത് മോഹഭംഗം മാത്രം ഉണ്ടാവുള്ളൂ. എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ ഡയറക്ടർ പറഞ്ഞ പോലെ സെറ്റിൽ വളരെ ചിരി കുറവായിരുന്നു. സലീംകുമാർ വളരെ കോമഡി. എങ്ങനെ ചിരിക്കാൻ പറ്റും? താടി, പല്ല്, കണ്ണ്, ഈ കണ്ണിന്റെ ഇവിടെ റബ്ബർ സൊല്യൂഷൻ, ഇത്ര എങ്ങനെയാണ് മനുഷ്യൻ ഇരിക്കാൻ പറ്റുക? ശരിക്കും ആദാമിന്റെ മകൻ അബു അല്ല, ആദാമിന്റെ മകൻ ആബേലും കായും. അല്ല, നമുക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ ഒരു പാടുണ്ടായിരുന്നു ആദാമിന്റെ മകൻ അബു. അതെ, നീ സ്കൂളിൽ പോയപ്പോൾ അതൊന്നും അറിയാൻ പറ്റില്ല. അന്ന് ക്ലാസ്സിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നില്ല. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. എനിക്കറിയാം. അവനെ കുറ്റം പറ്റ കാര്യമില്ല, ഓരോരുത്തർക്കും ഒരേ സംഭവം. ഇത് 3ാം ക്ലാസ്സിലായിട്ടായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു. മാതാവിന്റെ വകുപ്പ് നീ കണ്ടില്ലായപ്പോ അല്ലേ പഠിത്തം നിർത്തി. ഇന്നസെന്റ് ചേട്ടൻ വന്നല്ലോ, അതോടുകൂടി അറിവായല്ലേ. അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സലീമേ ഞാൻ ഇനി കോമഡിയൊക്കെ നിർത്തി സീരിയസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സലീം എന്ന് പറഞ്ഞു, അതിന് നീ എവിടെയാ കോമഡി കളിച്ചിരിക്കുന്നത്? അതെനിക്കറിയാം, നീ കോമഡി കളിക്കാറുണ്ടോ ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ പേര് ചോദിച്ചാൽ. ജോർജ് കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞല്ലോ എന്തോ ഒരു കാര്യം. ഞാൻ അവിടെ പറഞ്ഞു ഭയങ്കര പൊട്ടിച്ചിരിയാണ് പറഞ്ഞു. ഇതല്ലാതെ അത് മറ്റേ ഇതല്ലേ, ഈ സിനിമ തന്നെ വേറെ സാധനം ഞാൻ ഉണ്ടാക്കിയായിരുന്നല്ല. ഏതായിരുന്നു? മറ്റേ ഇതിപ്പോ ഈ ഹജ്ജിന് പോകാൻ വേണ്ടി പിരിവിട്ട് കഷ്ടപ്പെട്ട് ഹജ്ജിന് പോകാനുള്ള താല്പര്യം. ഇത് വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ വീടാന്തരം തെണ്ടി വേളാങ്കണ്ണിക്ക് പോയേക്കാൻ നേർച്ച നടന്നിട്ട് നടക്കുന്ന ആള്. അതിന് ട്രെയിൻ മിസ്സാകുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിട്ട് അയാൾ വേറെ രീതിയിലൊക്കെ പണം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവസാനം. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഒരു ചീക്കുന്നാണ്, ചീക്കുവിൻ്റെ മകൻ ജോർജ്. ഞാൻ ഇതേപോലത്തെ ഒരു കഥ ഇവനോട് പറഞ്ഞു, ചാക്കോച്ചനോട്, കുഞ്ചാക്കോനോട് പറഞ്ഞു, ഞാനൊരു പടം തന്നെ വെച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥ പറയാൻ പറഞ്ഞു. ശബരിമലക്ക് പോകാൻ ഒരാൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളുടെ കഥയാണ്. പേരിട്ടാന്ന് വെച്ചു, ടൈറ്റിലിട്ടുണ്ട്, സദാനന്ദൻ്റെ മകൻ ഷിബു എന്നാണ്. പക്ഷെ ഞാനിവിടെ തമാശക്ക് പറഞ്ഞ സംഭവമാണ്.
ഇപ്പോൾ സിനിമ പോകുന്നത്. അതെ. ഒരു ദിവസം മമ്മൂക്ക ലവ് ഇൻ സിംഗപ്പൂർ ലൊക്കേഷനൊക്കെയാണ്. അപ്പോൾ ഞാനെപ്പോഴും മമ്മൂക്കിന് പറയും, മമ്മൂക്ക ഒരു പുതിയ കഥയുണ്ടെന്ന് പറയും. പുള്ളിക്കറിയാം എന്തെങ്കിലും ഉടായിപ്പായിരുന്നു പറയും. അത് കയ്യിലിരുന്നതെന്ന് പറയും. ഇത് ഡെയിലിയുള്ള സംഭവമാണ്. നമുക്കൊന്ന് ഇരിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ പറയും ഇരിക്കാം. ഒരു ദിവസം നമുക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പുതിയ കഥ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കഥ വന്നെങ്കിൽ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-25 മീറ്റർ മാറിയിരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയുടെ പേര് കേൾക്കണമെന്ന് വെച്ച്. എന്താണോ ആ പേര് എന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വെനീസിലെ വ്യാപാരി എന്നാണ് ഈ പടത്തിൻ്റെ പേര്. ആലപ്പുഴയിലെ ഒരു കച്ചവടക്കാരനാണ് ഇയാൾ. അവിടെ നിന്ന് മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിരുന്നു. പറഞ്ഞു എന്നിട്ടെന്ത് അയാൾ കച്ചവടം ചെയ്ത് മര്യാദക്ക് ജീവിച്ചു. മമ്മൂക്കിൽ നഷ്ടമുണ്ടായത്. മമ്മൂക്കിന് ഒന്നും പറയാതെ എനിക്ക് പോയി. അത് ഈ കഥ ഞാൻ ഷാഫിനോട് പറഞ്ഞു. ഷാഫി പറഞ്ഞു ഈ ടൈറ്റിൽ ഞാൻ എടുത്തെന്ന് പറഞ്ഞു. പക്ഷെ ആ വെനീസിലെ വ്യാപാരിയായിട്ട് മമ്മൂക്ക തന്നെയാണ് ചെയ്യണത്. ടൈറ്റിലും ആലപ്പുഴ കച്ചവടക്കാരനാണ്. അത്രയുണ്ട്. അപ്പൊ ചുമ്മാ നമ്മൾ തമാശക്ക് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കഥ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കഥ ഉണ്ടാവും ചിലപ്പോ. പക്ഷെ ടൈറ്റിൽ കിട്ടാൻ ചിലപ്പോൾ നടക്കുമെന്നായിരിക്കും. അങ്ങനെ ടൈറ്റിൽ ആദ്യമേ എടുത്തു. എന്നോട് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് മമ്മൂക്കന്നെ വെച്ച് ചെയ്യുന്ന വെച്ചാൽ അതാണ് ഒരു നിയോഗം എന്ന് വെച്ചാൽ. ചിലപ്പോൾ നമ്മൾ ഒരു ചുമ്മാ പറയുന്ന വാക്കായിരിക്കും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ലുക്കില്ലെന്നുള്ള വരുന്നത്. അപ്പൊ എനിക്ക് സന്തോഷം. ദൈവം അങ്ങനെ ഇപ്പൊ വെനീസിലെ വ്യാപാരി ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിലും ആ സമയത്ത് പറയാൻ തോന്നിയ സംഭവമാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കുറേ പേരുകളിലൊന്നാണത്. അതാണ് ചുമ്മാ ഒന്നും പറയരുത്, സൂക്ഷിച്ചും കണ്ടേ പറയാവൂ. അതെ, അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിൽ നിർത്തിയെന്നാ പറയുന്നത് അല്ലേ? വീഡിയോയിൽ അവാർഡിനൊക്കെ മുമ്പ് നിർത്തിയല്ലേ? വീഡിയോ നിർത്തിയാണ്. എല്ലാവരും പറഞ്ഞിങ്ങനെ വീഡിയോയിലേക്ക് ഇരുന്നൊക്കെ ഉപദേശിച്ചപ്പോൾ നിർത്തി സിഗരറ്റ് ഇത് നിർത്താൻ വേണ്ടിയിട്ട്, വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് സിഗരറ്റ് ആക്കിയത്. സിഗരറ്റ് ആക്കുമ്പോൾ ഈ എണ്ണം കുറയില്ലെന്ന് വെച്ചിട്ടാണ്. അതിപ്പോൾ കീരിനെ പേടിച്ച് ചെങ്കീരിയുടെ അടുത്തായി എന്ന അവസ്ഥയായി. ഞാനൊരു ഡോക്ടറെ അടുത്ത് ചെന്ന് അപ്പോൾ അവർ നിർത്താൻ സംബന്ധിച്ചിട്ട് പറ്റുന്നില്ല സാർ എനിക്കെന്ന് പറഞ്ഞു. എത്രയോ എനിക്ക് നിർത്താടോ ചുമ്മാ പറയുന്നതാണ്, തോന്നലാണ്. ഞാൻ തന്നെ 10-30 പ്രാവശ്യം നിർത്തിയല്ലേ എന്ന്. അപ്പൊ ഇന്ന് വൈകുന്നേരം അല്ലേ അവാർഡ്? ഈ നാട്ടുകാരുടെ സ്വീകരണങ്ങളും അല്ലേ? നാടിന്റെ ജന്മനാടിന്റെ സ്വീകരണങ്ങൾ. അപ്പൊ അതെല്ലാം അതിഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അവാർഡ് കിട്ടിയാലും ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ ജന്മനാട്, അവർക്കൊക്കെ ഇത്ര ആഗ്രഹം ഉണ്ടാവില്ല. അതൊന്നും നടത്തി കൊടുക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോ കഥയായിട്ടൊക്കെ വരും. അപ്പോ പഴയ സുഹൃത്തുക്കൾ. പക്ഷേ നിങ്ങളെ കുറിച്ചൊരു പരാതി ഉള്ളത്, നിങ്ങൾ യാതൊരു കഥയില്ലാത്തവരാണെന്നുള്ള. അപ്പോൾ അതെ, ഞങ്ങൾ ഇനിയിപ്പോൾ വേറെ സംഭവമുണ്ട്. കൈരളിയുടെ കൂടെയാണ് ക്യാമറയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫംഗ്ഷൻ്റെ അടുത്തോട്ട് വരികയാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ ഒന്ന് അടിപൊളിയാക്കി എല്ലാം. സലീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പൊസിഷനിൽ വന്ന് നിൽക്കുകയാണ്. ശരിക്കും സിനിമാ രംഗത്ത് നല്ലൊരു പൊസിഷനിൽ വന്നിട്ടുണ്ട്. അവാർഡ് 2 അവാർഡ് കിട്ടി, അടുപ്പിച്ച് കിട്ടി. ശരിക്കും ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്താണ് ശരിക്കും? ഇപ്പോഴത്തെ ആഗ്രഹം വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ അവാർഡ് കിട്ടിയൊന്നും ഓരോരുത്തർ വരുന്നു. എനിക്ക് രാവിലത്തെ ആഹാരം തന്നെ കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ ഉച്ചക്കൊക്കെയാണ് സംഭവം കഴിക്കുന്നത്. അങ്ങനെ ഒരാളുകൾ നിന്ന് വരുന്നു. അപ്പം ആരും വെറുപ്പിക്കാൻ പറ്റില്ല, കാരണം എന്നെ അത്ര സ്നേഹിക്കുന്നതിൻ്റെ പേരിലാണ് അവർ വരുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആളുകൾ വന്ന് ഒരു 12 മണിയായപ്പോഴാണ് നിങ്ങളെത്തിയത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പ്രാണം കത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പോയിട്ടില്ല. കാരണം സേതന്മാരായാലും ഒരു പരിചയം ഉണ്ടല്ലോ, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. പണ്ടേ ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര രസം. ഇത് പണ്ടൊരു സംവിധായകരുടെ ഒരു പടം ചെയ്ത് അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് കൂട്ടിക്കൽ ജയന്തന്റെ എൻ്റെ ഒരു കഥയുണ്ട്. ഈ കഥ ഈ സംവിധായകൻ എടുത്ത് എങ്ങനെയും പോയി പറയണം. അങ്ങനെ ഈ സംവിധായകൻ അന്ന് നിങ്ങൾക്ക് കളിച്ചോണ്ട് ഈ സമയത്താ. അപ്പം അന്ന് ഈ 175 രൂപയ്ക്ക് പേയ്മെന്റ് കിട്ടുന്ന സമയമാണ്. ഈ സംവിധായകന് കത്തെഴുതി. അപ്പോൾ ആ സംവിധായകൻ്റെ വൈഫ് ഞങ്ങൾക്ക് കത്തെഴുതി, ഇന്ന ദിവസം ഇത്രാം തീയതി നിങ്ങൾ വന്നിട്ട് സാറിനെ കണ്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ സംവിധായകൻ്റെ വീട്ടിൽ ചെല്ലും, തിരുവനന്തപുരത്ത്. അങ്ങനെ നടന്നു ചെന്നിട്ട് ഈ ബൈജുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബൈജുവിനോട് ചോദിച്ചു. കാരണം അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടക്കാരോട് ചോദിച്ചേട്ടാ ഇവിടെ കണ്ടൊരു സമയം മോനെ എനിക്കറിയില്ല, ഇതൊരു നടൻ്റെ വീടാണ്. അപ്പോഴും ചോദിച്ചാൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബൈജുവാ.
എന്തോ എന്ന് വെച്ചു. അപ്പം നമ്മളങ്ങനെ വലിയ ടി വിയിലൊക്കെ ഇച്ചിരി പേര് അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇന്ന സമയമാണ്. അത് ശരി, അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പുള്ളി പറഞ്ഞു. ഞങ്ങൾ ഈ പുള്ളിയെ കാണാൻ ചെന്ന് ബെല്ലടിച്ച് കേട്ടോ. ബെല്ലടിച്ച് പറഞ്ഞ് ഒരാൾ ഡോർ തുറന്ന് ഇങ്ങനെ ഒരു ഇന്ത്യ ടുഡേയും പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സംവിധാനം കേട്ടോ. അപ്പം പുള്ളിയെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് കുറേ നേരം. അപ്പോൾ കണ്ണാടി ഇങ്ങനെ ഇരിക്കുക, ആസ്പെക്സിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് അവാർഡ് സിനിമ പോലെ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങളകത്ത് പോയി. ഇരുന്നത് ഇങ്ങനെ തുമ്പത്തിരിക്കുക ഞങ്ങൾ ഈ പുള്ളിയോട്. കുറേ നേരം ഇരുന്നപ്പോൾ അത് കുറേ കഥയുണ്ട്, പക്ഷേ ആ ചുരുക്കി പറയാം. ഇയാളിങ്ങനെ കുറേ സംഭവം ഇങ്ങനെ പുള്ളി ഇങ്ങനെ കുറേ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് പുള്ളിക്കുന്ന സമയമില്ല. മറ്റപ്പോൾ പുള്ളി ഓരോ പ്രാവശ്യം പറയുമ്പോൾ എന്ന് ചോദിക്കുക. കാരണം അത്ര പതുക്കെ പറയുന്നത്. ഇന്ന് പറ്റിയല്ല, വേറെ സുമ്പ എന്ന് കാര്യം പറഞ്ഞു. എന്നിട്ട് പുള്ളി തന്നെ എഴുന്നേറ്റിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ ഇറങ്ങിപ്പോക്കും. എന്നാ ശരി എന്ന് പറഞ്ഞാൽ